സാർ, HTS എന്ന് പറയുന്ന വിമത വിഭാഗം 11 ദിവസം കൊണ്ടാണ് സിറിയയിൽ അട്ടിമറി നടത്തിയത്. ഇപ്പോൾ അതേ മാതൃകയിൽ ജോർദാനിൽ എന്തൊക്കെയോ സംഭവവികാസങ്ങൾ ഉരുണ്ടുകൂടുന്നു എന്ന് കേൾക്കുന്നു. ജോർദാനിൽ ഒരു അട്ടിമറി ഉണ്ടാകുമോ എന്നുള്ള ഭയം പ്രത്യേകിച്ച് ഇസ്രയേലിനുണ്ട്. സിറിയയിൽ നിന്നുള്ള പ്രചോദനം ഉൾക്കൊണ്ട്. പക്ഷേ സിറിയയിലൊക്കെ ഉണ്ടായിരുന്ന ഗ്രൂപ്പുകളെപ്പോലെ ഉള്ള ഗ്രൂപ്പുകൾ അവിടെ ഇല്ല. പക്ഷെ മുസ്ലിം ബ്രദർഹുഡ് അവിടെ ഉണ്ട്. അപ്പോൾ ഒരു അസ്ഥിരത ജോർദാനിൽ ഉള്ളതായിട്ടാണ് ഇസ്രയേൽ കേന്ദ്രങ്ങളൊക്കെ കരുതുന്നത്. ഇസ്രയേലുമായിട്ട് അതിർത്തിയുണ്ട്. പിന്നെ മിഡിൽ ഈസ്റ്റ് എക്സ്പെർട്ട് പണ്ഡിതനായിട്ടുള്ള പിൻഹാസ് ഇൻബ്യൂറി ജെറുസലേം സെൻറ്റർ ഫോർ പബ്ലിക് അഫയേഴ്സ് ഇസ്രയേലിൽ തന്നെയുള്ള കേന്ദ്രമാണത്. അതിൻ്റെ എക്സ്പെർട്ട് പിൻഹാസ് ഇൻബ്യൂറി കഴിഞ്ഞ ദിവസം ഇങ്ങനെ ഒരു ആശങ്ക പങ്കുവച്ചിരുന്നു. ജോർദാൻ ഒരു ഇസ്രയേൽ സൗഹൃദ രാഷ്ട്രമാണ്. പലപ്പോഴും താവളങ്ങളുമൊക്കെ ഇസ്രയേലിൻ്റെ വിമാനങ്ങൾക്കൊക്കെ കൊടുക്കുന്ന വ്യോമമേഖല തുറന്നു കൊടുക്കുന്ന സ്ഥലമൊക്കെയാണ്. സിറിയയിൽ ആക്രമണം നടത്തണമെന്നുണ്ടെങ്കിലും ഒക്കെ, ഇറാനിൽ ആക്രമണം നടത്തണമെന്നുണ്ടെങ്കിലുമൊക്കെ ജോർദാൻ സഹായിക്കാറുള്ളതാണ് പലപ്പോഴും. ജോർദാനാണെങ്കിൽ അമേരിക്കൻ താവളം ജോർദാനിലുണ്ട്. അമേരിക്ക പറയുന്ന പോലെയൊക്കെ ജോർദാനിൽ കുറേ കാര്യങ്ങളൊക്കെ നടക്കുകയും ചെയ്യും. അപ്പോൾ ഇസ്രയേൽ നാഷണൽ ന്യൂസും കഴിഞ്ഞ ദിവസം ഇങ്ങനെ ഒരു ആശങ്ക പറയുന്ന റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചിരുന്നു. ജോർദാനിൽ ഈ സിറിയയിലൊക്കെ പോലെയുള്ള HTS പോലെയൊക്കെയുള്ള സായുധ ഗ്രൂപ്പുകളില്ല. അതുണ്ടായിരുന്നെങ്കിൽ അട്ടിമറി പെട്ടെന്ന് നടന്നേനെ. സിറിയ പോലെയല്ല ജനം. പക്ഷെ പ്രോ പലസ്തീൻ ആണ് ജനം. പ്രോ പലസ്തീൻ എന്ന് പറയുമ്പോൾ ഹമാസ് ഇസ്രയേൽ നടത്തിയ ആക്രമണത്തിനെ അനുകൂലിക്കുന്നവരൊക്കെയാണ് ജനം. പിന്നെ മുസ്ലിം ബ്രദർഹുഡ് നേരത്തെ പറഞ്ഞ പോലെ ഉണ്ട്. ഭീകര കലാപങ്ങളൊന്നും അവിടെ ഇല്ല. അതുകൊണ്ട് അവിടുത്തെ ഇപ്പോഴത്തെ ഭരണകൂട നേതൃത്വത്തിന് ഉടനെ കയറി പലായനം ചെയ്യിക്കാനൊന്നും കഴിയില്ല. പക്ഷെ പതുക്കെ ഇത് ജനങ്ങളിൽ ഭരണകൂടത്തിനെതിരായ വികാരം ഈ സിറിയ പ്രചോദനമായിട്ട് ഉയർന്നിട്ട് ഈ മുസ്ലിം ബ്രദർഹുഡ് ഇപ്പോൾ അവിടെ ഉള്ളത് ബദൂയിൻ പലസ്തീൻ ഗ്രൂപ്പുകൾ, മുസ്ലിം ബ്രദർഹുഡ് ഇതൊക്കെ ഉണ്ട്. ഇവർക്ക് പ്രക്ഷോഭം നടത്താം. ജനങ്ങളെയൊക്കെ പ്രക്ഷോഭത്തിന് പ്രേരിപ്പിക്കാം. ടുണീസിയ, ലിബിയ, ഈജിപ്ത് അവിടങ്ങളിലൊക്കെ സംഭവിച്ച പോലുള്ള പ്രക്ഷോഭങ്ങൾ ജോർദാനിൽ പതുക്കെ ഉയർന്നു വരാം സിറിയ പ്രചോദനമായിട്ട്. ഇസ്രയേലിന് അതാണ് ആശങ്ക. അപ്പോൾ അവിടുത്തെ ഗ്രൂപ്പുകൾക്ക്, ഇസ്ലാമിക ഗ്രൂപ്പുകൾക്ക് ആയുധം വൻതോതിൽ എവിടുന്നെങ്കിലും കിട്ടുന്ന താമസമേ ഉള്ളൂ. അതാണ് വിഷയം. അത് അങ്ങനെയാണെങ്കിൽ ഭരണകൂടത്തിനെതിരെ ഉപയോഗിക്കാനും കഴിയും. അപ്പോൾ വേറെ ഗ്രൂപ്പുകളൊക്കെ എവിടുന്നെങ്കിലുമൊക്കെ, ഇസ്രയേൽ വിരുദ്ധ ഗ്രൂപ്പുകളൊക്കെ ഇവരെ ആയുധമണിയിച്ചാൽ മതി. ജനങ്ങൾ പലസ്തീൻ അനുകൂലമാണല്ലോ. അങ്ങനെ വരുമ്പോൾ ഗാസയിലെ ഹമാസ് പോലെ ഇവിടുത്തെ മുസ്ലിം ബ്രദർഹുഡൊക്കെ വളരാം. അതുകൊണ്ട് ഇപ്പോൾ ജോർദാനിലെ ഹാഷിമൈറ്റ് സർക്കാർ തുടരണം എന്ന് ഇസ്രയേലിന് താല്പര്യമുണ്ട്. ഹാഷിമൈറ്റ് സർക്കാരാണ് 1921 മുതൽ ജോർദാനിലുള്ളത്. മുമ്പ് ഹെജാസ്, സിറിയ, ഇറാഖ് ഒക്കെ ഭരിച്ചിരുന്ന വംശമാണ് ഈ ഹാഷിമൈറ്റ് വംശം. മെക്കയിൽ 19-ാം നൂറ്റാണ്ട് മുതൽ ഭരണം ഈ ഹാഷിമൈറ്റ് വംശമായിരുന്നു. ഒന്നാം ലോക യുദ്ധകാലത്ത് ബ്രിട്ടീഷ് സഖ്യത്തിൻ്റെ കൂടെയായിരുന്നു ഈ ഹാഷിമൈറ്റുകൾ. നബിയുടെ, പ്രവാചകൻ്റെ ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദർ, മുത്തച്ഛൻ്റെ ബാപ്പയുടെ ഒക്കെ പൈതൃകം അവകാശപ്പെടുന്ന വംശമാണിത്. ഹാഷിം ഇബിൻ അബദ് മനാഫ് കാലം മുതലാണ് ഈ വംശം തുടങ്ങുന്നത്. ഇപ്പോഴത്തേത് മെക്ക ഷെറീഫായിരുന്ന ആളുടെ കുടുംബമാണ് ഈ ഭരണകർത്താക്കൾ.
1951 ഈ ഹാഷിമൈറ്റ് ഭരണാധികാരിയായിരുന്ന അബ്ദുള്ളയെ വിമത ഗ്രൂപ്പുകൾ കൊലപ്പെടുത്തിയിരുന്നു ജോർദാനിൽ. അതല്ലാതെ പിന്നെ അപകടങ്ങളൊന്നും ഈ ഭരണകൂടത്തിന് ഭരണവംശത്തിന് നേരിടേണ്ടി വന്നിരുന്നില്ല. ഇപ്പോൾ ക്വിൻസി ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഒരു വിലയിരുത്തൽ കാണുന്നത് അവരുടെ ഒരു പ്രബന്ധം വന്നിട്ടുണ്ട്, ജോർദാൻ ഓൺ ദ എഡ്ജ് എന്ന് പറഞ്ഞിട്ട്. ക്വിൻസി ഇൻസ്റ്റിറ്റ്യൂട്ടും കാണുന്നത് ജോർദാൻ അപകടത്തിലേക്ക് പോവുകയാണ് എന്നാണ്. അതുകൊണ്ട് വിദേശ സർക്കാരുകളൊക്കെ ഫണ്ടുകൾ ഒഴുക്കി ഇപ്പോഴത്തെ ഭരണകൂടത്തിന് നിലനിർത്തണം എന്നാണ് അവരുടെ നോട്ടിൽ അവർ പറയുന്നത്. ഈ കഴിഞ്ഞ വെള്ളിയാഴ്ച ഇസ്രയേലും ജോർദാനും തമ്മിൽ ഒരു ചർച്ച നടന്നിരുന്നു. ഈ പശ്ചാത്തലത്തിൽ ഇസ്രയേലും HTSും തമ്മിൽ ചില ചർച്ചകൾ നടക്കുന്നുണ്ട്. സിറിയയിൽ അതിർത്തിയിൽ കയറി ഇനി ആക്രമിക്കരുത്, തുറക്കാൻ വരരുത്, തുരപ്പം പരിപാടി നടത്തരുത് എന്നൊക്കെ ഇസ്രയേൽ 2-3 ആളുകൾ വഴി സന്ദേശങ്ങൾ കൊടുത്തിട്ടുണ്ട് HTSന് എന്ന് റിപ്പോർട്ടുകൾ വന്നിരുന്നു. HTS കൊടുത്തു അല്ലേ? HTSന് ഇസ്രയേൽ കൊടുത്തിരുന്നു. അത് കൊടുത്തത് ജോർദാൻ വഴിയാണ്. അപ്പോൾ ഇസ്രയേലും ഇപ്പോൾ സിറിയ ഭരിക്കുന്ന HTSും തമ്മിലുള്ള ബന്ധത്തിലെ മധ്യസ്ഥനാണ് ജോർദാൻ. അപ്പോൾ ഈ ജോർദാൻ ഭരണകൂടം നിൽക്കണമെന്ന് ഇസ്രയേലിന് ആഗ്രഹമുണ്ട്, 1. 2 ആശങ്കയും ഉണ്ട്. പല സ്ഥലത്തുള്ള മുല്ലപ്പൂ വിപ്ലവമൊക്കെ പോലെയൊക്കെ എന്തെങ്കിലുമൊക്കെ. കാരണം ഒരു ഭരണകൂടം കുറെ കാലമായിട്ട് ഭരിക്കുമ്പോൾ എതിർപ്പ് വരുമല്ലോ. എതിർപ്പ് വരും. മാത്രമല്ല ഇസ്രയേലിനെ അനുകൂലിച്ച് നിൽക്കുകയാണല്ലോ. പക്ഷെ ജോർദാൻ രാജവംശമല്ലേ അവിടെ വലിയ ശക്തി ആർജിച്ചിരിക്കുന്നത്? അതല്ലേ ഹാഷിമൈറ്റ് വംശം എന്ന് പറയുന്നത്. അതാണ് അതിലെ അബ്ദുള്ളയെ 1955 കൊന്ന കാര്യമൊക്കെ ഞാൻ പറഞ്ഞല്ലോ. അപ്പൊ പൊതുവെ അമേരിക്കൻ താവളങ്ങളുണ്ട്, അമേരിക്കയോടുള്ള വിധേയത്വം, ഇസ്രയേലിനോടുള്ള വിധേയത്വം പലപ്പോഴും. കാരണം ഈ സിറിയയിലൊക്കെ ആക്രമണത്തിലേക്കൊക്കെ പോകുമ്പോൾ, ഇറാനിലേക്ക് ആക്രമണത്തിലേക്കൊക്കെ പോകുമ്പോഴൊക്കെ ഈ എയർ സ്പേസ് ഉപയോഗിക്കാറൊക്കെ ഉണ്ട്. അപ്പോൾ ഈ പലസ്തീൻ അനുകൂല നിലപാടുകളുള്ള ആളുകളാണ് ജനം. അതുകൊണ്ടാണ് സാർ നേരത്തെ പറയുന്നത് സിറിയയിലെ പോലെ വേണമെങ്കിലൊന്ന് സംഭവിക്കാം അല്ലേ? പക്ഷെ വലിയ ആയുധശേഷിയുള്ള ഗ്രൂപ്പുകളല്ല അവിടെയുള്ള ഈ ബദൂയിൻ, പിന്നെ പലസ്തീൻ, മുസ്ലിം ബ്രദർഹുഡ്. അവരുടെ അങ്ങനെ ഒരു ശക്തി ഉണ്ടെന്ന് പറയാൻ പറ്റില്ല. വലിയ ശക്തിയില്ല. പക്ഷെ അവിടെ ഏതെങ്കിലും ഒരു ശക്തി പുറത്തു നിന്ന് ആയുധം അണിയിച്ചാൽ, റഷ്യയുണ്ട്, ഇറാനുണ്ട്, ഇങ്ങനെ പല സെറ്റുകളുണ്ടല്ലോ, അവരാരെങ്കിലുമൊക്കെ വന്നിട്ട് പതുക്കെ ഈ ജനങ്ങളെ തിരിച്ചാൽ മതി ഭരണകൂടത്തിനെതിരെ. അങ്ങനെ ഒരു അട്ടിമറിയും പ്രക്ഷോഭവും ഉണ്ടാവും. അങ്ങനെ തിരിക്കുമ്പോഴാണ് ഈ മുല്ലപ്പൂ വിപ്ലവത്തിന്റെ ഒക്കെ സാധ്യത. അത് പല മുല്ലപ്പൂ വിപ്ലവത്തിന്റെ പിന്നിലൊക്കെ സോറോസ് ആയിരുന്നല്ലോ. അത് സോറോസ് ആയിരുന്നു. അപ്പൊ അങ്ങനെ ഈ പല ബാഹ്യശക്തികളുണ്ടാവും. ആ ബാഹ്യശക്തികൾ പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി ഈ ഭരണകൂടത്തിനും കൂടി അട്ടിമറിക്കണമെന്ന് താല്പര്യമുള്ളവർക്ക് നിന്നുകൊടുക്കാവുന്ന ഒരു ജനമനസ്സവിടെ ഉണ്ട്. അതാണ് പലസ്തീൻ അനുകൂല മനസ്സ് ഉണ്ട്. പക്ഷെ ഭരണകൂടം ഇസ്രയേൽ അനുകൂലമായിട്ട് നിൽക്കുന്നതുകൊണ്ട് ഈ ഭരണകൂടത്തിനെ തട്ടിക്കളയാം എന്ന് നാട്ടുകാരിൽ ചിലർക്ക് താല്പര്യം തോന്നാം. അത് പ്രചോദിപ്പിക്കുക, ആയുധവും കൊടുക്കുക. ഈ സാധ്യത സിറിയയിൽ നിന്ന് പ്രചോദനമാകാം. പക്ഷേ ഇപ്പൊ ഈ പറയുന്ന അമേരിക്കയ്ക്കോ അല്ലെ ചൈനയ്ക്കോ പോലെയുള്ള രാജ്യങ്ങൾക്കൊന്നും ഇപ്പൊ ഈ ജോർദാനെ അട്ടിമറിച്ചിട്ട് പ്രത്യേകിച്ച് ഒരു ലക്ഷ്യമൊന്നും ഇല്ലാത്തതുകൊണ്ടായിരിക്കും. അതെ, അമേരിക്കയ്ക്ക് താല്പര്യമില്ല, ഇസ്രായേലിന് താല്പര്യമില്ല. ഞാൻ പറയുന്നത് ഇസ്ലാമിക തീവ്രവാദി ഗ്രൂപ്പുകൾ, അവർക്ക് താല്പര്യമുണ്ട്. അവരുടെ ഒരു ഭരണകൂടം വന്നാൽ കൊള്ളാം, ഇനി ഞങ്ങൾ ഭരിച്ചാൽ എന്താന്നല്ലേ എന്ന് പറഞ്ഞാൽ ഒരു താലിബാൻ പോലെയൊക്കെ ഉള്ള ഒരു ഭരണകൂടം, അല്ലെങ്കിൽ ജമാഅത്തെ ഇസ്ലാമി പാകിസ്ഥാനിലുള്ള പോലെ ഒക്കെ, ബംഗ്ലാദേശിലുള്ള പോലെ അങ്ങനെ ഒരു രാജ്യമായാൽ കൊള്ളാം ജോർദാൻ എന്ന് താല്പര്യമുള്ള ഇസ്ലാമിക ഗ്രൂപ്പുകളൊക്കെ പലയിടത്തും ഉണ്ട്. അവർ ഈ ജനങ്ങളുടെ ഈ പലസ്തീൻ വികാരം ചൂഷണം ചെയ്ത് ആയുധമൊക്കെ കൊടുത്ത് ഇങ്ങനെ ഒരു മസ്തിഷ്ക പ്രക്ഷാളനം ജോർദാൻ്റെ ഉള്ളിൽ നടക്കുമോ എന്നുള്ള ആശങ്ക, അങ്ങനെ ഒരു അട്ടിമറി അവിടെ നടക്കുമോ എന്നുള്ള ആശങ്ക ഇപ്പോൾ പല സ്ഥലത്തു നിന്നും വരുന്നുണ്ട്. അതാണ് ഞാൻ പലരെയും ഈ ക്വിൻസി ഇൻസ്റ്റിറ്റ്യൂട്ട്, പിന്നെ അവിടുത്തെ ജെറുസലേം സെൻറ്റർ ഫോർ പബ്ലിക് അഫയേഴ്സ്, ഇങ്ങനെ ചില കേന്ദ്രങ്ങളൊക്കെ ഞാൻ ഉദ്ധരിച്ചത്.
ഇപ്പോൾ ഈ ഇറാനിലെ ഷിയ തീവ്രവാദം വളർത്തുന്ന പോലെയുള്ള സ്വഭാവമുള്ള ഒരു രാജ്യം ഇപ്പം നിലവിൽ ഒന്നും ഇല്ലാത്തതുകൊണ്ട് ജോർദാനിൽ അങ്ങനെ ഷിയ പോപ്പുലേഷൻ ഒന്നുമല്ല, അല്ലാത്ത സുന്നി തീവ്രവാദം ഒക്കെ വളരണം അവിടെ. അതെ, അപ്പോൾ അങ്ങനെ വരണമെങ്കിൽ തന്നെ ഒന്നുകിൽ ഈ പറയുന്ന തൊയ്ബ് എർദോഗനോ അല്ലെങ്കിൽ ഈ പറയുന്ന സൗദി അറേബ്യ ഒക്കെ വിചാരിക്കണമെങ്കിൽ, പക്ഷെ അവരൊന്നും അങ്ങനെ ഒരു നിലപാട് ഇപ്പോൾ സ്വീകരിക്കുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. സൗദി വിചാരിക്കില്ല, തുർക്കിക്ക് വിചാരിക്കാം. തുർക്കി ഇപ്പോൾ അമേരിക്കൻ ഇസ്രയേൽ വിരുദ്ധ നിലപാടുകളിലാണ്. അവരുടെ ഗ്രൂപ്പ് ഇപ്പോൾ തുർക്കി സന്നാഹം ഒരുക്കിയിട്ടുണ്ടായ സിറിയൻ അതിർത്തിയിൽ വടക്കൻ സിറിയ പിടിച്ചുകൊണ്ടുപോകുക എന്നുള്ളത് അവരുടെ ഗ്രൂപ്പ് വേറെയാണ്. കാരണം അവിടെ കുർദ് ഗ്രൂപ്പിന്റെ കൂടെയാണല്ലോ അമേരിക്ക. കുർദുകളെ കണ്ണെടുത്താൽ കണ്ടുകൂടാ. അപ്പൊ 30% കുർദുകളുടെ കയ്യിലല്ലേ ഈ സിറിയയിലെ, അല്ലേ? അതെ, വടക്കൻ ഭാഗത്ത്. അവരെ തകർത്ത് ആ മേഖല പിടിച്ചടക്കുക എന്നുള്ളതാണ് തുർക്കിയുടെ ലക്ഷ്യം. തുർക്കിക്ക് വേറെ ഗ്രൂപ്പുണ്ട്, മറ്റേ സിറിയൻ ഡെമോക്രാറ്റിക് കക്ഷി സംഘം ഉണ്ട് അവിടെ. അപ്പോൾ സിറിയയിലെ പ്രചോദനം സിറിയൻ ഡെമോക്രാറ്റിക് ഫോഴ്സസ് SDF അല്ലേ? അപ്പോൾ എന്തായാലും സിറിയയിലുണ്ടായ സംഭവവികാസങ്ങൾ ഒരു പ്രചോദനമായി എടുത്താൽ ജോർദാനിലും എന്ത് വേണമെങ്കിലും സംഭവിക്കാം. ആ നിലയാണ് ഇപ്പോൾ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.